നമ്മൾ ഇന്ന് ഒന്ന് അഴിച്ചു പൊളിക്കാൻ പോകുന്നത് HP ഡെസ്ക്ജെറ്റ് F380 ഓൾ ഇൻ വൺ പ്രിൻ്റർ സ്കാനർ ആൻഡ് കോപ്പിയർ. ഇതൊരു 6 വർഷം മുമ്പുള്ള എൻ്റെ പ്രിൻ്ററാണ്. ഇതൊന്ന് അഴിച്ചതിന് എന്തൊക്കെയാണെന്ന് കാണാം. അതേ ഉള്ളൂ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല, കാര്യം ഇതിൻ്റെ മദർ ബോർഡ് പോയി. പിന്നെ അത് ശരിയാക്കി വരണമെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങളാണ്. ഇതൊരെണ്ണത്തിൻ്റെ പൈസയാവും. ഇതൊന്ന് ജസ്റ്റ് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് തുറക്കുകയാണ്. ഇതിൻ്റെ സ്കാനിങ് ഏരിയ, ഇങ്ങനെ സ്കാനർ ബെഡും ഒക്കെ. ആദ്യം നമ്മളിതിനകത്ത് ചെയ്യുന്നത് 4 സ്ക്രൂ ഇവിടെ നിന്ന് എടുക്കണം. ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിരിക്കുക. ഇച്ചിരി പഴയതായതുകൊണ്ട് അഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ അഴിച്ചെല്ലാം വെച്ചു. അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്കാനിങ് ബെഡ് ആ ഒരു പാർട്ട് നമുക്കും കിട്ടും. ഇതിങ്ങ് ഊരിപ്പോരും. ഓക്കെ, ഇതങ്ങ് മാറ്റാം. ഇനി ഇതിനകത്തുള്ള പാർട്ടാണ്. ഇതിലുള്ള പാർട്ടിൽ നമുക്ക് നോക്കേണ്ടതാ, ഇത് പ്രിൻ്ററിൻ്റെ ഹെഡ് അസംബ്ലിയാണിത്. ഫ്രണ്ട് ഹെഡ് അസംബ്ലി. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇവിടെയും 4 സ്ക്രൂ ഉണ്ടായിരുന്നു. അത് ഞാൻ അഴിച്ച് മാറ്റി കഴിഞ്ഞപ്പം ഹെഡ് അസംബ്ലിങ് പോരുന്നു. ഇതൊക്കെ പോയി എലി അടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇത് കുറച്ച് നാൾ വേസ്റ്റായിട്ട് ഇട്ടിരുന്നതാണ്. ഇനി ഇതിനകത്തുള്ള പാർട്സ് ഈ ഒരു മെറ്റലിൻ്റെ ഉണ്ടോ, ഇത് ഓടുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത് നമുക്ക് ഉപയോഗിക്കാം. 3D പ്രിൻ്ററിന് ചെറിയൊരു പ്രിൻറ്റിങ് പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു നല്ല മോട്ടറുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പിന്നെ ഈ ടോണർ സെറ്റാണിത്. ഇതിൻ്റെ അസംബ്ലി, ഒരു പ്രിൻ്റർ ബോർഡുണ്ട്, സർക്യൂട്ട് ബോർഡുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ബെൽറ്റ് ഉണ്ട്. ഇതും നമുക്ക് പ്രിൻ്ററിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ഒരു ബെൽറ്റ്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ബാക്കിയൊന്നും ഞാൻ അഴിച്ചിട്ടില്ല, ഇനി അഴിക്കണം. അഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എടുത്തത്. ഇവിടെ സാധനമുണ്ട്, വരും. ഇനി അടുത്തത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അങ്ങനെ എടുത്തു. ഇത് എടുത്തങ്ങ് മാറ്റിയാൽ ഓക്കെ ആവും. മാറ്റാൻ ഇതാ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന പാർട്ടാണ്. ഇത് വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഭാഗം. ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത് മാറും. ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം വരത്തുള്ളൂ, ഈ അസംബ്ലികളൊക്കെ എടുത്തുള്ളൂ. ഇനി ഇവിടുത്തെ ഇത് മാറ്റി ഇത് നമ്മുടെ അസംബ്ലി കിട്ടി. ഇവിടെ ഒരു മോട്ടറുണ്ട്, ഒരു വീലുണ്ട്. ബാക്കി നമുക്കിതിനകത്ത് നിന്ന് കിട്ടുന്നത് പോരും. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇത്രയും സാധനങ്ങൾ കിട്ടി. ബാക്കിയുള്ളത് നമുക്ക് അടച്ച് വെക്കാം. സാധനങ്ങളൊക്കെ ഈ അസംബ്ലി മാറ്റി വെച്ചു. ഇതാണ് മെയിൻ ബോർഡ്. ഇവിടെയാണ് പവർ സപ്ലൈ വരുന്ന ബോർഡ്.
ഇത് നമ്മൾ USB കണക്ട് ചെയ്യുന്നത് കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ സെറ്റ് ബോർഡുകളാണ്. മൊത്തം പോയി, ഒരു ഗുണവുമില്ല. ഇത് ഒപ്റ്റിക്കൽ മറ്റേ എൻകോട്ട് പോലത്തത് സാധനങ്ങളൊക്കെ കൊള്ളുന്നുണ്ട്. അടുത്തത് തന്നെ ഇതാണ് നമ്മൾ ഇവിടെ ഒരു സാധനം കണ്ടല്ലോ, ഇതായില്ല. ഇതല്ല ഈ ഒപ്റ്റിക്കൽ പൊസിഷനൊക്കെ നോക്കുന്ന സാധനം അതിനകത്ത് ഇങ്ങനെ കയറി വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ വരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇനി അടുത്ത അസംബ്ലി നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പ് അസംബ്ലി സ്കാൻ. ഇതിൽ എടുക്കുമ്പോൾ ഇതിനെ സെപ്പറേറ്റ് ഗ്ലാസ് മാറ്റി ഇതിനകത്ത് നോക്കിയാൽ സ്കാനർ, ഇതാണ് സ്കാനർ. ഇതിൻ്റെ ലൈറ്റ്, സ്കാനിങ്ങിൻ്റെ ലൈറ്റാണിത്. സ്കാൻ ലൈറ്റാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് എടുക്കാൻ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ കേബിൾ പോകുന്നത് കേബിളുണ്ട്, ഇങ്ങൂരി എടുക്കാം. കേബിൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ എലി കടിച്ചത് തന്നെ വരാൻ പാടാം. മൊത്തം എലി കടിച്ച് പൊളിച്ച് വെച്ചിരിക്കും. സ്കാനർ ലൈറ്റ് അസംബ്ലി ആണ്. ഇവിടെ ഒരു മോട്ടറുണ്ട്, 2-3 ഗിയേഴ്സ് ഉണ്ട്. ഇതിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നത്. ഈ റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് അങ്ങോട്ടും ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാം പീസാക്കി. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഒന്നുകൂടെ നോക്കിയേക്കാം. ഇതായിരുന്നു ഇതിൻ്റെ പേപ്പർ ഫീഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതില്ല. പേപ്പർ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് പ്രിൻ്റ് ചെയ്യുന്നത്, പ്രിൻറ്റിങ് അസംബ്ലി. പ്രിൻ്റർ ഹെഡ്, അതും കൂടെ ഉണ്ടല്ലേ, പ്രിൻ്റർ ഹെഡ് കൂടെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ അടുത്ത പ്രിൻ്റർ, അതായത് ഈ പ്രിൻ്റർ പോകാൻ കാര്യം ഇതിനകത്ത് ഇങ്ക് ഇറങ്ങിയിട്ട് അത് ഷോർട്ടായി ഈ ബോർഡ് പോയി, അതിൻ്റെ കൂടെ തന്നെ ഈ ബോർഡും പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിലുമുണ്ട് സാധനങ്ങളൊക്കെ. ഇനി ഇത് എല്ലാം നമുക്ക് അഴിച്ചെടുത്ത് ഞാൻ പാർട്സാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞത് ഏതായിരുന്നു മോഡൽ? നമ്മുടെ ഈ മോഡൽ പ്രിൻ്റർ F380 ഓൾ ഇൻ വൺ പ്രിൻ്ററാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കിയത്. ഇനി നമുക്ക് പൊളിച്ചെടുക്കാനുള്ള അടുത്ത പ്രിൻ്ററുണ്ട് ഇവിടെ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പൊളിച്ചെടുക്കാം. ഇതാണ്, ഇത് പുതിയതാട്ടോ, ഒത്തിരി പഴക്കമില്ല. ഇത് കാണാൻ ഇല്ല, HP 2545. അത് പൊളിച്ചെടുക്കാം അടുത്ത വീഡിയോയിൽ. ഇതിന് മുമ്പ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. HP മാത്രമല്ല, ക്യാനണിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ക്യാനൺ S200 SPH. ഇത് നമ്മൾ പൊളിച്ചെടുക്കും. അത് അടുത്ത മറ്റൊരു വീഡിയോ. ഓരോ വീഡിയോകളായി നമ്മളിത് പൊളിച്ചെടുക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും പൊളിച്ചെടുക്കി. സന്തോഷം അല്ലേ? 6000-6500 രൂപയുടെ പ്രിൻ്ററാണ് ഞാൻ ഈ പൊളിച്ചടുക്കി നശിപ്പിച്ചിട്ടേക്കുന്നത്. പോട്ടെ, ഇനി അടുത്ത് നമുക്ക് തപ്പാം. ഓക്കെ.